PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മുദ്ര ഏത് ഭരണാധികാരിയുടെ മുദ്രയിൽ നിന്ന് പകർത്തിയതാണ്? ഛത്രപതി ശിവജിയുടേതാണ് കേട്ടോ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മുദ്ര ഏത് ഭരണാധികാരിയുടെ മുദ്രയിൽ നിന്ന് പകർത്തിയതാണ്? ഛത്രപതി ശിവജി. ചുവന്ന പാണ്ടകളെ പുനരധിവസിപ്പിക്കാൻ പോകുന്ന സിംഗലീല നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ് സിംഗലീല നാഷണൽ പാർക്ക്. പശ്ചിമ ബംഗാൾ, ആ ഒരു വെച്ചിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. സിംഗലീല നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിലാണ്. ISROയുടെ പ്രഥമ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1. ഇമ്പോർട്ടൻ്റ് ആണ്. ISROയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1. സസ്യങ്ങളെക്കുറിച്ച് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. സസ്യങ്ങളെക്കുറിച്ച് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത കേരളത്തിലെ ആദ്യ ആദിവാസി പൈതൃക ഗ്രാമം ആണ് എന്നൂര്. വയനാടിലാണ് കേട്ടോ എന്നൂര്. പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത കേരളത്തിലെ ആദ്യ ആദിവാസി പൈതൃക ഗ്രാമമാണ് എന്നൂര്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മുദ്ര ഏത് ഭരണാധികാരിയുടെ മുദ്രയിൽ നിന്ന് പകർത്തിയതാണ്? ഛത്രപതി ശിവജി. ചുവന്ന പാണ്ടകളെ പുനരധിവസിപ്പിക്കാൻ പോകുന്ന സിംഗലീല നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ പ്രഥമ സൗരദൗത്യമാണ് ആദിത്യ L1. സസ്യങ്ങളെക്കുറിച്ച് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത കേരളത്തിലെ ആദ്യ ആദിവാസി പൈതൃക ഗ്രാമമാണ് എന്നൂര്. വയനാടിലാണ് ഉള്ളത്. അടുത്തത്, 2020 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായ വനിത ആശ പരേഖ് ആണ്. 2020 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായ വനിത ആശ പരേഖ്. 52ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായി 6 തവണയും തിരഞ്ഞെടുത്ത നഗരമാണ് ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തുടർച്ചയായി 6 തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. 2018 പ്രളയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് 2018 എന്ന് തന്നെയാണ് സിനിമയുടെ പേര്. സംവിധാനം ആരാണ്? ജൂഡ് ആന്റണി ആണ്. 2022 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS മോർമു ഗാവോയാണ് കേട്ടോ. INS മോർമു ഗാവോ 2022 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS മോർമു ഗാവോ. തെരുവ് നായ്ക്കളില്ലാത്ത ലോകത്തെ ആദ്യ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് നെതർലൻഡ്സ് ആണ്. നെതർലൻഡ്സ്. അപ്പോൾ 2020 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായ വനിത ആശ പരേഖ്. 52ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായ 6 തവണയും തിരഞ്ഞെടുത്ത നഗരമാണ് ഇൻഡോർ, മധ്യപ്രദേശ്.
2018 പ്രളയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ 2018, സംവിധാനം ജൂഡ് ആന്റണി. 2022 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS മോർമുഗാവോ. തെരുവ് നായ്ക്കളില്ലാത്ത ലോകത്തെ ആദ്യത്തെ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് നെതർലൻഡ്സ്. അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകമാണ് ആകാശമിഠായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകമാണ് ആകാശമിഠായി. ഇന്ത്യയുടെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം രാംഘട്ട് വിഷ്ധാരി സങ്കേതമാണ്. രാജസ്ഥാനിലാണ് ഇന്ത്യയുടെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം. ഇമ്പോർട്ടന്റ് ആണ്. രാംഘട്ട് വിഷ്ധാരി സങ്കേതം, രാജസ്ഥാൻ. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് 40 തീവ്സ്. രാജു ആൻഡ് 40 തീവ്സ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശൂരാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ നഗരം തൃശൂർ. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, 14ാമത് ഉപരാഷ്ട്രപതി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകമാണ് ആകാശമിഠായി. ഇന്ത്യയുടെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം രാംഘട്ട് വിഷ്ധാരി സങ്കേതം, രാജസ്ഥാൻ. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദി 40 തീവ്സ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശൂർ. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അടുത്തത് കേരളത്തിൽ ആരംഭിച്ച സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സംവിധാനത്തിന്റെ പേരാണ് കേരള സവാരി. കേരള സവാരി. കേരളത്തിൽ ആരംഭിച്ച സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനമാണ് കേരള സവാരി. സ്വന്തമായി ഇന്റർനെറ്റ് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? ആർ വെങ്കിട്ട രമണിയാണ്. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഡാം ആയ ഗയാജി ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഫാൽഗു നദിയിലാണ്. ബീഹാറിലാണ് ഫാൽഗു നദി. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആരംഭിച്ച സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനമാണ് കേരള സവാരി. സ്വന്തമായി ഇന്റർനെറ്റ് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറലായി നിയമിതനായ വ്യക്തി ആർ വെങ്കിട്ട രമണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഡാമായ ഗയാജി ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ ഫാൽഗു നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ആദ്യ ഭക്ഷ്യോൽപ്പന്നം എന്ന് പറയുന്നത് GM കടുകാണ്. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ആദ്യ ഭക്ഷ്യോൽപ്പന്നം GM കടുക്. ഇന്ത്യയിൽ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയ ആദ്യ റേഡിയോ ചാനൽ ഏതാണ്? റേഡിയോ അക്ഷാണ്. റേഡിയോ അക്ഷ. ഇന്ത്യയിൽ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയ ആദ്യ റേഡിയോ ചാനൽ. അപ്പോൾ റേഡിയോ ഉണ്ട്, പിന്നെ കാഴ്ചശക്തി ഇല്ലാത്തതാണ്. അപ്പോൾ കണ്ണ് എന്നുള്ളത് അക്ഷി എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ റേഡിയോ അക്ഷ അങ്ങനെ കണക്ട് ചെയ്യാം. 2022 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് ടി പത്മനാഭൻ. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ആയ ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നത് 2022 നവംബർ 1-നാണ്. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ആയ ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 2022 നവംബർ 1. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ടുള്ള മൊബൈൽ ആപ്പാണ് കുഞ്ഞാപ്പ്. ഇപ്പോൾ കുട്ടികൾക്കുള്ള ആപ്പല്ലേ, ഇപ്പോൾ കുഞ്ഞാപ്പ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുവാനുള്ള മൊബൈൽ ആപ്പാണ് കുഞ്ഞാപ്പ്. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ആദ്യത്തെ ഭക്ഷ്യോൽപ്പന്നം ഏതാ? GM കടുക്. ഇന്ത്യയിൽ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയ ആദ്യ റേഡിയോ ചാനൽ റേഡിയോ അക്ഷ. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ടി പത്മനാഭൻ. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നത് 2022 നവംബർ 1. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുവാനായിട്ടുള്ള മൊബൈൽ ആപ്പാണ് കുഞ്ഞാപ്പ്.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി, ഹൈക്കോടതി, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ ഓഫീസർ പരീക്ഷയ്ക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചതാണ്. ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യ വർഷം. 2022 ജനുവരിയിൽ പുറത്തിറങ്ങിയ COVID-19 വാക്സിനേഷൻ സ്മാരക സ്റ്റാമ്പിൽ ഏത് കോവിഡ് വാക്സിന്റെ ചിത്രമാണുള്ളത്? കോവാക്സിന്റെ ചിത്രമാണ്. കോവാക്സിൻ. 2022-23 സാമ്പത്തിക വർഷം എന്ത് വർഷമായിട്ടാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചത്? സംരംഭങ്ങളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. സംരംഭങ്ങളുടെ വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയമാണ്. കോട്ടയം. കുടുംബം തർക്കം പരിഹരിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭമാണ് സ്വസ്ഥം. സ്വസ്ഥം. എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് മൃത്യുഞ്ജയം. മൃത്യുഞ്ജയം. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യ വർഷം. 2022 ജനുവരിയിൽ പുറത്തിറങ്ങിയ COVID-19 വാക്സിനേഷൻ സ്മാരക സ്റ്റാമ്പിൽ ഏത് കോവിഡ് വാക്സിന്റെ ചിത്രമാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവാക്സിൻ. 2022-23 സാമ്പത്തിക വർഷം എന്ത് വർഷമായിട്ടാണ് കേരള സർക്കാർ പ്രഖ്യാപിക്കുന്നത്? സംരംഭങ്ങളുടെ വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയം. കുടുംബതർക്കം പരിഹരിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭമാണ് സ്വസ്ഥം. എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് മൃത്യുഞ്ജയം. അടുത്ത ചോദ്യം, ന്യൂയോർക്കിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വച്ച് സാഹിത്യ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്ത ഏത് വിഖ്യാത എഴുത്തുകാരനെതിരെയാണ് ആക്രമണം ഉണ്ടായത്? ആർക്കെതിരെയാണ്? സൽമാൻ റുഷ്ദിക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. സൽമാൻ റുഷ്ദി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒറ്റ ആർച്ച് പാലം ഇന്ത്യൻ റെയിൽവേക്കായി നിർമ്മിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ചെനാബ്. ചെനാബ് നദിക്ക് കുറുകെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒറ്റ ആർച്ച് പാലം ഇന്ത്യൻ റെയിൽവേക്കായിട്ട് നിർമ്മിക്കുന്നത്. തെക്കൻ സ്പെയിനിലെ സെവിയ നഗരത്തിലുണ്ടായ ഉഷ്ണതരംഗത്തിനാണ് ലോകത്താദ്യമായി പേരിട്ടത്. അതെന്താ? സോയി. സോയി. തെക്കൻ സ്പെയിനിലെ സെവിയ നഗരത്തിലുണ്ടായ ഉഷ്ണതരംഗത്തിനാണ് ലോകത്താദ്യമായിട്ട് പേരിട്ടത് സോയി. ചന്ദ്രനെ ചുറ്റാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നീസ് ടിറ്റോ. ഡെന്നീസ് ടിറ്റോയാണ് ചന്ദ്രനെ ചുറ്റാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നീസ് ടിറ്റോ. ഇമ്പോർട്ടൻ്റ് ആണ്. സൽമാൻ റുഷ്ദി ഓർത്തിരിക്കുക. ചെനാബ്, സോയി, ഡെന്നീസ് ടിറ്റോ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത്, സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കണമെങ്കിൽ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാണ് എന്ന് ആക്കിയ സംസ്ഥാനമാണ് കേരളം. കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോൾ ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോൾ. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ നഗരമാണ് കൊൽക്കത്ത. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ നഗരമാണ് കൊൽക്കത്ത. വാനര വസൂരി ആദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് ഏതു രാജ്യത്താണ്? കോഗോയിലാണ്. 1970-ലാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ഓക്കെ, അപ്പൊ സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോൾ. ഇമ്പോർട്ടന്റ്. വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ നഗരം ഇമ്പോർട്ടന്റ് ആണ്, കൊൽക്കത്ത. ഓക്കെ, അടുത്ത ചോദ്യം, 2022 50ാം വാർഷികം ആഘോഷിച്ച പി വത്സലയുടെ നോവൽ ഏതാണ്? നെല്ലാണ്. നെല്ല്. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് നിയമിതരായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ്, നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ പദവികളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഒരാളെ ഡിഫെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ചവിട്ടും എന്നുള്ള രീതിയിൽ ചൗഹാൻ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പുതിയ
ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് നിയമിതരായ വ്യക്തി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി നോവലിന്റെ പേരാണ് റേത്ത് സമാധി. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി നോവലാണ് റേത്ത് സമാധി. 2022 ഡിസംബറിൽ അന്തരിച്ച ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസമാണ് പെലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ മലനിരകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വനിതാ സൈനിക ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ഓക്കെ, ഇവിടെ റേത്ത് സമാധി ഇമ്പോർട്ടൻ്റ് ആണ്, നെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്, ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ഇമ്പോർട്ടൻ്റ് ആണ്, പെലെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന ജുലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ചക്ദ എക്സ്പ്രസ്. ചക്ദ എക്സ്പ്രസ് ആണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ ജുലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് വരുന്ന ചിത്രം ചക്ദ എക്സ്പ്രസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാ? INS വിക്രാന്ത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. INS വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ വേതനം പ്രഖ്യാപിച്ച രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ വേതനം പ്രഖ്യാപിച്ച രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. പ്രതിഫലത്തിൽ തുല്യത നടപ്പിലാക്കിയിട്ടുള്ള ആദ്യ രാജ്യം ന്യൂസിലാൻഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, 2022 മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? പുരുഷ താരം കരീം ബെൻസെമ, ഫ്രഞ്ച് താരമാണ്. വനിതാ താരം എന്ന് പറയുന്നത് അലക്സിയ പുറ്റലസ്, സ്പാനിഷ് താരമാണ്. അപ്പോൾ കരീം ബെൻസെമ ഫ്രഞ്ച് താരം, അലക്സിയ പുറ്റലസ് സ്പാനിഷ് താരം എന്നിവരാണ് 2022 മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ. അടുത്ത ചോദ്യം, പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി പുതിയ വാഹനം വാങ്ങുന്നവർ മരം കൂടി നടണം എന്ന നിയമം കൊണ്ടുവരുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പാണ്. പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി പുതിയ വാഹനം വാങ്ങുന്നവർ എന്തുകൂടെ നടണം? ഒരു മരം കൂടി നടണം എന്ന് നിയമം കൊണ്ടുവരുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥയാണ് ഒരു ഗോളിയുടെ ആത്മകഥ. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ കുട്ടിത്തേവാങ്ക സാങ്ച്വറി നിലവിൽ വന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. സ്ലെൻഡർ ലോറിസ് സാങ്ച്വറി നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാട്. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുകുമാരി ടീച്ചർക്കായി ആദ്യ സ്മാരകമായ സുഗത സൂതി നിലവിൽ വന്നത് നെയ്യാറ്റിൻകരയിലാണ്. അടുത്ത ചോദ്യം, സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. 1930. 50 വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നുള്ളതാണ് 50 വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. റാഫേൽ യുദ്ധവിമാനം പറത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ശിവാംഗി സിംഗ്. അമേരിക്കയുടെ നാണയത്തിൽ ഇടം നേടിയ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ വനിതയാണ് മായ ആഞ്ചലോ. ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ S സോമനാഥ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, 2023 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരമാണ് അക്ര, ഘാനയിലെ അക്ര. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ചിരി. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ശില്പം സ്ഥാപിച്ചത് എവിടെയാണ്? ശംഖുമുഖം ബീച്ചിലാണ്. ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനായി കുഞ്ഞിരാമനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ശില്പം സ്ഥാപിച്ചത് ശംഖുമുഖം ബീച്ചിലാണ്. ശില്പി കാനായി കുഞ്ഞിരാമൻ. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി വാനര വസൂരി അല്ലെങ്കിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ച ജില്ലയാണ് കൊല്ലം ജില്ല, കേരളത്തിലെ കൊല്ലം ജില്ല.
സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കോഴിക്കോട്. സർക്കാർ മേഖലയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കോഴിക്കോട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സാഹിത്യ പാർക്കാണ് ഫാം റോക്ക് ഗാർഡൻ ആൻഡ് മുഹമ്മദ് ബഷീർ പാർക്ക്. ഫാം റോക്ക് ഗാർഡൻ ആൻഡ് മുഹമ്മദ് ബഷീർ പാർക്ക്. അരുണാചൽ പ്രദേശിൽ പുതുതായി നിലവിൽ വരുന്ന മൂന്നാമത്തെ എയർപോർട്ടാണ് ഡോണി പോളോ എയർപോർട്ട്. ഡോണി പോളോ എയർപോർട്ട്. 2022 ജൂലൈയിൽ വധിക്കപ്പെട്ട ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ. ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച പകർച്ചവ്യാധിയാണ് മങ്കി പോക്സ്. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാവുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ. വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സംസ്ഥാന മൃഗമായ വരയാടുകളെ സംരക്ഷിക്കുവാനുള്ള പദ്ധതിയാണ് നീലഗിരി താർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാവാഹൻ. രാജ്യത്തെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധവിമാന പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാനിയ മിർസ. ഐക്യരാഷ്ട്രസഭ പൊതുസഭ 2022 ജൂലൈയിൽ മനുഷ്യാവകാശമായി അംഗീകരിച്ചത് എന്ത്? ആരോഗ്യകരമായ പരിസ്ഥിതി. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും കമ്മ്യൂണിറ്റി ലൈബ്രറികളിലുമുള്ള രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് ജംതാര. ജാർഖണ്ഡിലെ ജംതാര. വന്യജീവിയായ ധ്രുവ ചെന്നായിയെ ആർട്ടിക് വോൾഫിനെ ലോകത്താദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. ധ്രുവ ചെന്നായിയുടെ പേര് മായ എന്നുള്ളതാണ്. മായ എന്ന പേരുള്ള ധ്രുവ ചെന്നായിയാണ്. അതിനെ ചൈനയിലാണ് ലോകത്താദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത്. ചണ്ഡീഗഡ് വിമാനത്താവളത്തിന് പേര് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട്. ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ടാണ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര്. എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ ഉള്ള ഇന്ത്യയിലെ ആദ്യ മണ്ഡലം. എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ മണ്ഡലമാണ് ധർമ്മടം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് പുറത്തിറക്കിയ ആപ്പാണ് നിർഭയം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് കേരള പോലീസ് പുറത്തിറക്കിയ ആപ്പാണ് നിർഭയം. പുരുഷ ലോകകപ്പ് മത്സരം, അതായത് ഖത്തർ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. പുരുഷ ലോകകപ്പ് മത്സരം, ഖത്തറിൽ വെച്ച് നടന്ന പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറിയാണ് സ്റ്റെഫാനി ഫ്രാപ്പാട്ട്. ഫ്രാൻസുകാരിയാണ് സ്റ്റെഫാനി ഫ്രാപ്പാട്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കി ഉയർത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ജയ ജെയ്റ്റ്ലി കമ്മിറ്റി. ജയ ജെയ്റ്റ്ലി കമ്മിറ്റിയാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കിയിട്ട് ഉയർത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. ജയ ജയ ഹേ ജസ്റ്റിസ് സിനിമയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ചരമശതാബ്ദിയോടനുബന്ധിച്ച് CV രാമൻപിള്ളയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലാണ്. ബ്രിട്ടനിലെ 57ാമത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ഋഷി സുനക്. സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ആര്യഭട്ട. സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ആര്യഭട്ട. 2022 ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമമാണ് ദിസ്പാര, ത്രിപുര. 2023 25 വർഷം തികയുന്ന കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കുടുംബശ്രീ. സർക്കാരിന് നൽകുന്ന അപേക്ഷകളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച വാക്കാണ് താഴ്മയായി. സർക്കാരിന് നമ്മൾ അപേക്ഷകൾ നൽകുമ്പോൾ താഴ്മയായി എന്ന് പറയുന്ന വാക്ക് എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമാണ് ചില്ലു എന്ന അണ്ണാൻകുഞ്ഞ്. ഞങ്ങളും കൃഷിയിലേക്ക് എന്നതിന്റെ ഭാഗ്യചിഹ്നം ചില്ലു എന്ന അണ്ണാൻകുഞ്ഞ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതിയാണ് കോഴിക്കോട്. സ്വപ്നക്കൂട് എന്ന പേരിലാണ് പൈതൃക കോടതി മുറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതിയാണ് കോഴിക്കോട് ഉള്ളത്.